ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു നാടൻ മട്ടൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ മട്ടൻ ചെറുതാക്കി മുറിച്ച് നല്ലപോലെ വാഷ് ചെയ്തെടുക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 3-4 വിസിൽ വന്നാൽ തന്നെ വെന്ത് കിട്ടും. അതിന് ശേഷം നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് ഏതാണോ ഓയിൽ, വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾ ഏതാ ഓയിൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതെടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായി വാട്ടിയെടുക്കുക. വാട്ടി വരുമ്പോൾ ചെറിയുള്ളി, ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടാൻ ചെറിയുള്ളിയാണ്. അപ്പോൾ നമുക്കതിന് ആവശ്യമുള്ള ചെറിയുള്ളി എടുക്കുക. നമ്മളിപ്പോൾ ഒരു 10-15 എടുത്തിട്ടുണ്ടാവും. അത് ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുമ്പോൾ ഒരു തക്കാളി എടുത്ത് അതും വാട്ടിയെടുക്കേണ്ടതാണ്. അതൊന്ന് നല്ലപോലെ ഒരു ബ്രൗണിഷ് കളറായി വരുമ്പോൾ അതിലേക്ക് മുളക് പൊടി, എരിവിന് ആവശ്യമുള്ളത് ഓരോ വീട്ടിലും ഓരോ രീതിയിലുള്ള മുളക് പൊടി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് എരിവ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് മുളക് പൊടി, മല്ലിപ്പൊടി എടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ ചിക്കൻ പൗഡറാണ് ഇട്ടത്. ഇവിടെ ഗരം മസാല ഒന്നും ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി ഇടാം കേട്ടോ. അല്ലെങ്കിൽ മീറ്റ് മസാല ആണെങ്കിൽ കുഴപ്പമില്ല. അതിട്ട് നല്ലപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ ഇളക്കുക കേട്ടോ. ഒരു ബ്രൗണിഷ് കളർ ആവുന്ന വരെ ഇളക്കിയെടുക്കുക. അതിലേക്ക് വേവിച്ച് വെച്ച മട്ടനും കൂടി ഒഴിച്ച് നല്ലപോലെ ഗ്രേവി കുറുകി വരുന്ന വരെ ആക്കുക. ഇത് കണ്ടോ, നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. ദോശയും ആ മട്ടൻ കറിയും കൂടി കഴിക്കുമ്പോണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്തൊരു റെസിപ്പിയായി വരുന്നവരെ ബൈ.